നമ്മുടെ ചെടികൾക്ക് ഒരു പെസ്റ്റിസൈഡായിട്ടും ഒരു ഫെർട്ടിലൈസറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫിഷ് അമിനോ ആസിഡ്. ഈ 2-in-1 യൂസുള്ള ഈ സാധനമേ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. നമ്മുടെ വീട്ടിലേക്ക് മത്തി വാങ്ങുമല്ലോ, ആ വാങ്ങുന്ന മത്തി. പിന്നെ ഉള്ളതെന്താ? ശർക്കരയാണെങ്കിലും 1/2 കിലോ മതി. ഇത് കറക്റ്റ് 500 ഗ്രാമാണ്. അടുത്തത് മത്തി, ഇതും 500 ഗ്രാം. എങ്ങനെ വെച്ചിട്ട് ഇതേ നമ്മുടെ ഇടികളിൽ വെച്ച് 2 തട്ട് തട്ടിയാൽ മതി, ഇവൻ പൊട്ടിക്കോളും. മത്തി വെട്ടണമെങ്കിൽ നമുക്ക് വേറൊരു സംഭവം ഉണ്ടല്ലോ, ഗ്ലൗസ്. അപ്പം നമ്മുടെ ആയുധം കയ്യിലോട്ട് കയറ്റി എന്നിട്ട് ഈ പാത്രം എടുത്തു നമ്മൾ ഒരു സിസേഴ്സ് എടുത്തിട്ട് ഇതിനെ കൊച്ചു കൊച്ചു പീസായിട്ടൊക്കെ മുറിക്കാൻ പോവാണ്. ദേ മത്തിയെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. നമ്മുടെ ശർക്കര റെഡി. ഇനി നമുക്ക് ഇതിനെ മിക്സ് ചെയ്യണം. ഈ കിട്ടുന്ന നമ്മുടെ ലിക്വിഡ് റിച്ച് ഇൻ നൈട്രജൻ. ഇലകളും പൂക്കളും കായ്കളും ഉണ്ടാകുന്നൊന്നും പൊഴിയാതെ ഇത് നോക്കിക്കോളും. പിന്നെ മണ്ണിലെ വളത്തിന് ഇത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ചെടികളുടെയും ഇലകളും കാകളും പൂക്കളും ഒന്നും പൊഴിഞ്ഞു പോകാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റിയ നൈട്രജനാണ് ഇതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് കുലുക്കിയിട്ട് ഈ എയർ വരുന്ന, അതായത് ഇതിനകത്ത് വരുന്ന ആസിഡ് ഫോം ചെയ്യുന്നതിനെ ഒന്ന് നമ്മൾ തുറന്ന് റിലീസ് ചെയ്ത് വിടണം. പിന്നെയും ഇത് അടച്ചേക്കുക. പിന്നെ ഇതിനെ അടച്ചു വെച്ചേക്കാം. അടുത്ത 10 ദിവസം കഴിഞ്ഞ് വെച്ച് നമുക്ക് കുലുക്കി കൊടുക്കാം. കുലുക്കി ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി ഇനി ഇത് വെക്കുന്നതാണേലും അധികം വെയിലൊന്നും ഇല്ലാത്ത ഒരു തണലായ സ്ഥലത്ത്. അപ്പം ഞാനിത് കൊണ്ടുപോയി നമ്മുടെ സ്റ്റോർ റൂമിൽ തന്നെ വയ്ക്കാം. ആരും ഇത് എടുത്തുകൊണ്ട് പോവുകയല്ല. സോ 1 മാസം കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഒരു ഉഗ്രം വളമായിട്ട് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, പച്ചക്കറികളൊക്കെ പൂവിട്ട് കായ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളത് ഇപ്പോഴേ ചെയ്ത് വെക്കണം.